ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് എൻ്റെ ഒരു ക്ലയൻറ്റ് അദ്ദേഹം റിട്ടയർമെൻറ്റിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള പ്രൊപ്പോസൽ ഞാൻ കൊടുത്തു. എന്നാൽ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ല. റിട്ടയർമെൻറ്റ് വേണം, അതിനായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എത്ര രൂപയ്ക്ക് ചെയ്യണം, മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ടോ, ഇൻഫ്ലേഷൻ കൂട്ടിയിട്ടുണ്ടോ, റിട്ടയർമെൻറ്റ് സമയത്ത് ഓരോ മാസവും നമുക്ക് പെൻഷൻ പോലെ ഒരു എമൗണ്ട് SWP ആയിട്ട് നമുക്ക് ആവശ്യമുണ്ടല്ലോ, അതെത്ര, ഇതിനെപ്പറ്റി ഒരുപാട് പേർക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മോഡൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പ്രയോജനമായത് ആഷിഖ് സാറാണ്. അദ്ദേഹം രാവിലെ ഇത് ചോദിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്ത് കൊടുത്തപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്കും ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തുകൂടാ എന്ന് തോന്നിയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലൊരു മോഡൽ കേസ് സ്റ്റഡിയാണ്. എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. എന്നാൽ ഈ വീഡിയോ കാണുന്നതിലൂടെ എല്ലാവർക്കും ഒരു ക്ലിയർ പിക്ചർ ഇതിനെ പറ്റിയിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച റിപ്പോർട്ട് എടുക്കട്ടെ. ഈ റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല, ഇതിപ്പോൾ കൊടുക്കും. ഇതിപ്പോൾ പ്രിപ്പയർ ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ നീഡ് അനുസരിച്ചുള്ള റിപ്പോർട്ട് ഓൾറെഡി ഞാൻ കൊടുത്തു, അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻ്റ് അല്ല, പക്ഷേ കോമൺ ആയിട്ട് മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു റിക്വയർമെൻറ്റ്. ചെറിയ വ്യത്യാസങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ പ്രായത്തിലും മറ്റുമൊക്കെ ചെറിയ വ്യത്യാസം വരാം. അതുപോലെ തന്നെ എക്സ്പെൻസ് കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരാം. എന്നാലും ഇത് ഒരു ഐഡിയ കിട്ടും. അതുപോലെ നമ്മുടെ ക്ലയൻറ്റ്സ് ആരെങ്കിലും ഇതിന് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ കറക്റ്റ് ആ നീഡ് അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമുക്ക് അതിലേക്ക് പോവാം. നമ്മൾ ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു. ഈ റിപ്പോർട്ടിൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കറണ്ട് ഏജ്, അതായത് ഇപ്പോഴത്തെ പ്രായം 30 വയസ്സാണ്. ഇത് ഓരോരുത്തരിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളൊരു ഐഡിയലായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആഷിഖ് സാറിൻ്റെ ഏജ് 30 വർഷമാണ്, അല്ലെങ്കിൽ 30 വയസ്സാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഏജ് ഇവിടെ ഇട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം 55 വയസ്സാണ്. 55 വയസ്സിൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സാറിൻ്റെ അങ്ങനെയല്ല, സാറിൻ്റെ ഇതിൻ്റെ നേരത്തെയാണ്. പക്ഷേ ഞാനിത് 55 ആണല്ലോ, യൂണിവേഴ്സിറ്റി ഒരു 60 വയസ്സൊക്കെ ആണല്ലോ റിട്ടയർമെൻറ്റ് പ്രായം. അതുകൊണ്ട് ഞാനിവിടെ 55 വയസ്സ് ഇട്ടു. ഇനി ഈ 80 വയസ്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ 80 വയസ്സ് വരെ നമുക്ക് വരുമാനം കിട്ടണം. അതിനാണ് ഈ 80 വയസ്സ് കേട്ടോ. 80 വയസ്സ് വരെ വരുമാനം കിട്ടണം. ഇനി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസ് 25,000 രൂപയാണ് പെർ മന്ത്. ഇനി 80 വയസ്സ് കഴിഞ്ഞിട്ട് പൈസ വേണോ? ഈ ഒരു കേസിൽ 80 വയസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് 1 കോടി രൂപ ബാലൻസും വേണം. അതായത് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് വളരെ ഭംഗിയായിട്ട് പോകണം. അതിലെല്ലാ മാസവും പൈസ കിട്ടണം. അത് 80 വയസ്സ് വരെ കിട്ടണം. 80 വയസ്സിന് ശേഷം അദ്ദേഹത്തിന് 1 കോടി രൂപ ബാക്കിയുണ്ടാണ്. ഇതാണ് നമ്മുടെ പ്ലാന്. ഓർക്കുക, 80 വയസ്സ് ആകുമ്പം ഉള്ള 1 കോടിക്ക് ഇന്നത്തെ 1 കോടിയുടെ വാല്യൂ ഉണ്ടാവില്ല എന്നറിയാലോ. അതുകൊണ്ട് അത് വലിയൊരു സംഖ്യയായിട്ട് കണക്ക് കൂട്ടണ്ട. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് 55 വയസ്സായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 56-ാം വയസ്സ് തൊട്ട്, അതായത് 55 വയസ്സ് കഴിയുന്ന ആ സമയം തൊട്ട് 56 തൊട്ട് എല്ലാ മാസവും അദ്ദേഹത്തിന് ഇപ്പോഴത്തെ എക്സ്പെൻസ് ആയിട്ടുള്ള 25,000 രൂപ മീറ്റ് ചെയ്യാൻ. അത് അന്ന് 25,000 ആയിരിക്കില്ല. അന്ന് എത്രയായിരിക്കും എന്നറിയോ? പറഞ്ഞുതരാം. 1,09,734 രൂപ. 1 ലക്ഷം എന്ന് കൂട്ടാം. അതായത് അദ്ദേഹത്തിൻ്റെ 56-ാമത്തെ വയസ്സിൽ ഒരു മാസം അദ്ദേഹത്തിന് 1 ലക്ഷത്തിന് മുകളിൽ തുക ആവശ്യമുണ്ട് ഇന്നത്തെ 25,000 രൂപയുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട്. അവിടെ ഒരു കാര്യമുണ്ട്. ഇന്ന് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പൈസ ആവശ്യമുണ്ടാവും. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് 55 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും മക്കളൊക്കെ ഒരു പക്ഷേ ജോലി ഉണ്ടാവാം. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ആവശ്യം അദ്ദേഹത്തിന് അന്ന് ഉണ്ടാവില്ല. ഇന്ന് 25,000 രൂപ ആവശ്യമുള്ളത് ഇന്ന് അദ്ദേഹത്തിൻ്റെ തണലിലാണ് മറ്റുള്ളവർ, കുടുംബാംഗങ്ങളെല്ലാം ജീവിക്കുന്നത്. പക്ഷേ ഫ്യൂച്ചറിലേക്ക് പോകും തോറും അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാറാവും. അവർ ചിലപ്പോൾ ഇവരെ പേരൻസിനെ നോക്കാൻ കേപ്പബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും ചിലവുണ്ടാകില്ല. എനിവേ ഇത്രയും ചിലവ് അന്നും ഉണ്ടാകും എന്ന് കരുതിയാണ് നമ്മൾ ഈ കാൽക്കുലേഷനിലേക്ക് കിടക്കുന്നത്, അസ്യൂം ചെയ്യുന്നത്. പൈസ ഇപ്പോൾ കുറച്ച് കൂടുതലായി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് മനസ്സിൽ കരുതുക. ചുരുക്കം എന്താണ്? ഇന്ന് 25,000 രൂപ ഒരു മാസം അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ 56-ാം വയസ്സിൽ അത് 1 ലക്ഷത്തിൻ്റെ മുകളിൽ ഇതേ ജീവിത നിലവാരത്തിൽ ജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഇനി 80 വയസ്സാകുമ്പോൾ 1 കോടി രൂപ അദ്ദേഹത്തിന് ബാക്കിയും വേണം. ഈ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യണം. 80 വയസ്സാകുമ്പോൾ 1 കോടി രൂപ ബാക്കിയും വേണം.
ഇനി ഇൻഫ്ലേഷനെ കുറിച്ച് സംസാരിക്കുക. എന്തായാലും ഇൻഫ്ലേഷൻ നമ്മുടെ രാജ്യത്തുണ്ട് എന്നറിയാമല്ലോ. ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്? 5-6% അല്ലേ? ചില അവർ അത് 6% എന്ന് പറയുന്നുണ്ട്. അത് ചില വർഷങ്ങളിൽ 6 ആയിരിക്കും, ചില വർഷങ്ങളിൽ 5 ആയിരിക്കും. അങ്ങനെയാണ് അത് പോകുന്നത്. 4 വന്ന സമയമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 6% ഇൻഫ്ലേഷനായിട്ട് കണക്ക് കൂട്ടി. അതായത് ഇച്ചിരി കൂടിയ ഇൻഫ്ലേഷനാണ് എന്ന് നമ്മൾ കണക്ക് കൂട്ടി. പ്രീ റിട്ടയർമെൻറ്റ് ഇൻഫ്ലേഷൻ അത് 6%. ഇനിയിപ്പോൾ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ഇൻഫ്ലേഷൻ, അതായത് റിട്ടയർമെൻറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്ലേഷൻ 5%ആയിട്ട് കണക്ക് കൂട്ടി. അപ്പോൾ നമ്മുടെ ഒരു ടോട്ടൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 6നും 5നും ഇടയ്ക്ക് നിൽക്കുമല്ലോ. അപ്പോൾ 2 കേസ് നമ്മൾ എടുത്തു. ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയാലോ. ഈ കൊല്ലം 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം അടുത്ത കൊല്ലം എത്ര രൂപയ്ക്ക് കിട്ടുന്നു? 106 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ ഇൻഫ്ലേഷൻ 6%. അതൊരു സാധനത്തിൻ്റെ നോക്കുന്നത്, ഒരുപാട് സാധനങ്ങളുടെ നോക്കും കേട്ടോ. മൊത്തത്തിൽ 105 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ ഇൻഫ്ലേഷൻ 5%. അത്രയേ ഉള്ളൂ. എന്തായാലും ഇൻഫ്ലേഷനുണ്ട്. അതനുസരിച്ചിട്ട് നമ്മുടെ രൂപയുടെ മൂല്യമൊക്കെ കുറയുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, ബൈയിങ് പവർ കുറയുന്നു എന്ന് പറയും. മറ്റൊരു പേര് പർച്ചേസിങ് പവർ കുറയുന്നു എന്നൊക്കെ പറയും. ഇന്ന് 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന സാധനം അതേ 100 രൂപയ്ക്ക് അടുത്ത കൊല്ലം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പർച്ചേസിങ് പവർ കുറയുന്നു. അതാണ് ഇൻഫ്ലേഷൻ. ഇനിയിപ്പോൾ എത്ര റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് നോക്കണ്ടേ. അക്യുമുലേഷൻ ഫേസ് എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരീഡ്. ഇപ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സാണ്. 30 വയസ്സ് തൊട്ട് അദ്ദേഹം 55 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ 12%. ഇതിലിപ്പോൾ നമ്മൾ 55 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിനാരിയോ നോക്കുന്നുണ്ട്, 50 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിനാരിയോ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് 2-3 കേസുകൾ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡിൽ അദ്ദേഹത്തിന് എത്ര ശതമാനം റിട്ടേൺ കിട്ടും? അത് നമ്മുടെ ഒരു ഐഡിയൽ റിട്ടേൺ ആയിട്ടുള്ള 12% നമ്മൾ എടുത്തു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആയാലും പുറത്തുള്ള മറ്റ് ഇൻവെസ്റ്റേഴ്സ് ആയാലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം. കാരണം ഇന്ത്യയിലെ അവസ്ഥ ഇതൊരു പാഠമായിട്ട് എടുക്കണം. എപ്പോഴും നമ്മളൊരു വീഴ്ചയെന്നാണ് പഠിക്കുക. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഈ വർഷം കയറിയില്ല, പക്ഷേ അടുത്ത വർഷം നല്ല രീതിയിൽ ഷൂട്ടപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രിക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക. അതേസമയം തന്നെ സ്വർണം കയറിയിരിക്കുന്നു. അപ്പോൾ വെള്ളിയൊക്കെ 100% കൊണ്ട് കയറി ഈ വർഷം. അപ്പോൾ സ്വർണവും വെള്ളിയും കയറിയിരിക്കുന്നു, അത് പാഠമായിട്ടെടുക്കുക. അതുകൊണ്ട് മസ്റ്റായിട്ടും സ്വർണത്തിനും വെള്ളിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ വില കൂടിയിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് SIP ചെയ്യാലോ, ചെറിയ രീതിയിലെങ്കിലും ചെയ്യാലോ. കുറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ ഇട്ട് മേടിക്കാൻ ശ്രമിക്കുക. കൂടിയിരിക്കുവാണെങ്കിൽ SIP ആയിട്ട് ചെയ്യുക. കാരണം ഇനി ഇപ്പോൾ ഇവിടുന്ന് തകർന്ന് വീഴുമോ, സൈഡ് വേസ് പോകുമോ, അതോ മുകളിലേക്ക് കയറുമോ എന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല. സോ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് ടൈമൊന്നും അല്ല ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്വർണ്ണത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്. പക്ഷേ ഒരു SIP ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് നന്നായിട്ട് കുറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ കുറച്ച് പൈസ കൂടുതൽ ഇട്ടാൽ മതി. അതിനുള്ള അവസരം നമുക്ക് കിട്ടും. പക്ഷേ അത് ചിലപ്പോൾ ഒരുപാട് താഴ്ന്നായിരിക്കില്ല കിട്ടുക. ചിലപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് പോയി അവിടുന്ന് കുറച്ച് താഴ്ന്ന് സൈഡ് വേസ് അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. അല്ലാതെ ഇവിടുന്ന് ഇപ്പോൾ കയറിയ ലെവലിലേക്ക് താഴേക്ക് വന്നിട്ട് അവിടുന്ന് നമുക്കൊരവസരം കിട്ടുമെന്നും പ്രതീക്ഷിക്കേണ്ട. 90% കേസിൽ അത് കിട്ടാൻ സാധ്യത കുറവാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാനത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ സ്വർണത്തിൻ്റെയൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അസറ്റ് പ്ലസിലെ കസ്റ്റമർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ഇൻ്റർനാഷണൽ ഫണ്ടുകളുടെയും അമേരിക്കൻ ഫണ്ടുകളുടെയും അയച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവം സഹായിച്ചതെല്ലാം ലാഭത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ പോലും കുറച്ചും കൂടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക്. അത് അമേരിക്ക മാത്രമല്ല, അമേരിക്ക ഉണ്ട്, ഏറ്റവും വലിയ മാർക്കറ്റാണല്ലോ. അപ്പോൾ അമേരിക്ക ഉണ്ട്. അത് മാത്രമല്ല, ലോകത്ത് മൊത്തമുള്ള നല്ല നല്ല കമ്പനികളുണ്ടല്ലോ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ, അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. തൽക്കാലം ഞാൻ അതിൻ്റെ ഒരു ആർട്ടിക്കിൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ക്ലയൻസിന് എത്തും, വാട്സപ്പിലെത്തും. ഇന്നലെ രാത്രി പ്രിപ്പയർ ചെയ്തോളൂ. വീഡിയോ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല. അത് വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വാട്സപ്പിലാണെങ്കിൽ ഞാനല്ല അയക്കുന്നത്, ഇവിടുന്ന് സ്റ്റാഫ് അയച്ചോളും. അപ്പോൾ എല്ലാവർക്കും കിട്ടും അത്. അതായത് ഇപ്പോൾ ഏഞ്ചൽ ഫണ്ടിൽ അക്കൗണ്ട് എടുത്തവർക്കും കിട്ടും, അസറ്റ് പ്ലസിൽ എടുത്തവർക്കും കിട്ടും, ഫണ്ട്സ് ബസാറിൽ എടുത്തവർക്കും കിട്ടും. എന്തായാലും ഒരു 3-4 അല്ലെങ്കിൽ 4-5 ദിവസം കൊണ്ട് അത് വരും കേട്ടോ. പിന്നെ എമർജൻസി ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഞാൻ അയച്ചു തരാം. എമർജൻസി ഇല്ലാത്തവർക്ക് അത് വന്നോളും. അത് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അയക്കാനായിട്ട്. അതുടനെ തന്നെ നിങ്ങൾക്ക് വരും. പിന്നെ യൂട്യൂബ് മെമ്പേഴ്സിന് ഞാനൊന്ന് വീഡിയോ പ്രിപ്പയർ ചെയ്തോട്ടെ. അപ്പോൾ ഈ ഞായറാഴ്ച, നാളെ ഞായറാഴ്ചയല്ലേ, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ദിവസം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും വരും കേട്ടോ. നിങ്ങൾക്ക് വേറെ ഒരു ഫണ്ട് കൂടെ പറഞ്ഞു തരാനുണ്ട്. കാരണം ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർനാഷണൽ ഫണ്ട് പറഞ്ഞായിരുന്നു, ഇതേപോലെ മെസ്സേജ് അയച്ചായിരുന്നു. അത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ 2ാമത്തെ ഇൻ്റർനാഷണൽ ഫണ്ടാണ്. ഇനിയിപ്പോൾ അതിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റ് ഇൻ്റർനാഷണൽ ഫണ്ടുകളും കൂടി വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ആ ഫണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ഘട്ടഘട്ടമായിട്ട് പോയാൽ മതി.
അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയോ എന്നൊരു സംശയം. അതും ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും മനസ്സിലൊന്ന് കരുതുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമേ കിട്ടൂ. ഇൻ്റർനാഷണൽ ഫണ്ടുകൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ കുറവായിരുന്നു. ഞാനും ക്ലയൻസിന് അയക്കുമ്പോൾ ഞാനത് പഠിച്ച് അത് അയക്കുമ്പോഴാണ് ഞാനും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കത് ആവശ്യമുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് മനസ്സിലാവും അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അതുപോലുള്ള ഫണ്ടുകൾ ആവശ്യമുണ്ട്. കാരണം ഇന്ത്യ പെർഫോം ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലി സ്റ്റഡി ചെയ്ത ആ ഫണ്ട് അത് ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് CAGR എന്ന് പറയുന്നത് 22%. ഇന്ത്യ മാർക്കറ്റ് പെർഫോം ചെയ്തില്ല. പക്ഷേ ആ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ റിട്ടേൺ കിട്ടും. നമ്മളിവിടെ 12% കാൽക്കുലേഷന് വേണ്ടി വെക്കുന്നത്. അത് ഗോൾഡിലും സിൽവറിലും പിന്നെ അങ്ങനെയുള്ള ഫണ്ടിലും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിൽ അച്ചീവ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് അത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞത്. അതുപോലെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അസറ്റ് പ്ലസ്, വൺസ് ബസാർ, ഏഞ്ചൽ ഫണ്ട് എല്ലാം ഉണ്ട്. ആവശ്യമുള്ളവരെ നോക്കിയെടുക്കുക. എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. അതിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടൂല, ഈ ഫയലിലുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അക്കൗണ്ട് എടുത്തതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അക്യുമുലേഷൻ ഫേസിലെ ഇത് മനസ്സിലായല്ലോ, 12%. ഓക്കെ. ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ 8% നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. എന്തുകൊണ്ട് 8? ഫോർ എക്സാമ്പിൾ, ഇദ്ദേഹത്തിന് 55 വയസ്സായി. ഇദ്ദേഹത്തിന് ഇപ്പോൾ വലിയൊരു കോർപ്പസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഈ ഹൈ റിസ്ക് ഉള്ള ഇക്വിറ്റിയിൽ ഇടാൻ പറ്റില്ല. അത് കുറച്ച് സേഫായിട്ട് ലിക്വിഡ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസ്ക് വളരെ കുറഞ്ഞിട്ടുള്ള ഫണ്ടുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. STP എന്ന് പറയുന്നത്. പിന്നെ സ്വിച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് സ്വിച്ച് ചെയ്തും STP ചെയ്തും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഫണ്ടുകളിലേക്ക് അത് പാർക്ക് ചെയ്യും. അവിടെ നിന്നാണ് നമ്മൾ SWP ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ 8% കണക്ക് കൂട്ടി. ഇപ്പോൾ ചില ബാങ്കുകളിലൊക്കെ 8% FDക്ക് കിട്ടുന്നില്ല. 7.5 ഉള്ളൂ, 6.5 ഉണ്ട് ചിലതിൽ. ഓക്കെ. പക്ഷേ നമ്മളിവിടെ 8% കണക്ക് കൂട്ടി. ഇപ്പോൾ ചില ഹൈബ്രിഡ് ഫണ്ടുകളൊക്കെ 10% കിട്ടുന്ന ഹൈബ്രിഡ് ഫണ്ടുകൾ 17-18 ഉള്ളതുകൊണ്ട് അത് പോട്ടെ, റിസ്ക് കൂടിയതാണ്. അപ്പോൾ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഗിൽറ്റ് ഫണ്ടുകൾ, ഹൈബ്രിഡ് ഫണ്ടുകൾ, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകൾ, അങ്ങനെയുള്ള ഫണ്ടുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ ഡെറ്റ് ഫണ്ടുകളിൽ വരുന്നതാണ്. ലിക്വിഡ് ഫണ്ടിന് ഇപ്പോഴത്തെ റേറ്റ് കുറച്ചും കൂടെ കുറവാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തായാലും വലിയ റിസ്ക് ഉള്ള ഫണ്ടിൽ റിട്ടയർമെൻറ്റ് പീരീഡിൽ പൈസ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റിസ്ക് കുറഞ്ഞ ഫണ്ടുകളിലേക്ക് പൈസ മാറ്റി അതിൻ്റെ റിട്ടേൺ 8% നമ്മൾ കണക്ക് കൂട്ടി. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ്. അതായത് അദ്ദേഹത്തിന് SWP ആയിട്ട് പൈസ വരും 55 വയസ്സ് കഴിയുമ്പോൾ, 56 വയസ്സ് തൊട്ട് വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ 8% റിട്ടേണിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കും. ഇനി പ്രൊജക്റ്റഡ് മന്ത്ലി എക്സ്പെൻസ് അറ്റ് റിട്ടയർമെൻറ്റ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 1,07,297 രൂപ ഇപ്പോഴത്തെ സ്റ്റൈലിൽ ജീവിക്കാൻ 56-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. പെർ മന്താണേ ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടണം. ടോട്ടൽ റിട്ടയർമെൻറ്റ് കോർപ്പസ് റിക്വയർഡ് 2,45,92,832 രൂപ അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് സമയത്ത് ആവശ്യമുണ്ട്. ഈ എമൗണ്ട് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. അത് എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ചെറിയ തുക വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 2.5 കോടിയുടെ അടുത്ത് കോർപ്പസ് അദ്ദേഹം ബിൽഡ് ചെയ്യണം. അതിനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ താഴെ നോക്കുന്നുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തിന് കുറച്ച് സംഭവങ്ങൾ കൂടിയുണ്ട്. കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അദ്ദേഹത്തിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തുണ്ട്. അതായത് FD ആയിട്ട് കൂട്ടിക്കും. അദ്ദേഹത്തിന് ഒരു 2 ലക്ഷം രൂപയുടെ FD കിടപ്പുണ്ട് എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ ഇൻട്രസ്റ്റ് 7.5% എന്നും വിചാരിച്ചോളൂ. ഇതൊരു സ്റ്റഡിയാണ്. ഇപ്പോൾ 2 ലക്ഷം രൂപ ഇല്ലെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാവുന്നതാണ്. പക്ഷേ മിക്കവർക്കും ഒരു ചെറിയ FDയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ കൂട്ടിയേക്കുന്നത്. നമ്മുടെ ഈ കേസിൽ ഇദ്ദേഹത്തിന് ഒരു 2 ലക്ഷം രൂപയുടെ FD കിടപ്പുണ്ട്. FDയോ RDയോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്, പരമ്പരാഗതമായ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ അതിന് റിട്ടേൺ കുറവായിരിക്കുമല്ലോ. അതിന് നമുക്കൊരു 7% റിട്ടേൺ കൂട്ടാം. അത് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ലക്ഷം രൂപ അതിൽ നിന്ന് തന്നെ കിട്ടും. എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 12 ലക്ഷം രൂപ അതിൽ നിന്ന് തന്നെ കിട്ടും. അതർ എമൗണ്ട് റിസീവബിൾ ഓൺ റിട്ടയർമെൻറ്റ്, ഇവിടെ ഞാനൊരു 5 ലക്ഷം രൂപ കൂട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഈ 5 ലക്ഷം എന്ന് വെച്ചാൽ റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ 55-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പല ഫണ്ടുകളിൽ കൂടി ഒരു പൈസ കിട്ടാം അല്ലേ. റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു പൈസ കിട്ടത്തില്ലേ. അപ്പോൾ അതാണ് ഇവിടെ 5 ലക്ഷമായിട്ട് കൂട്ടിയേക്കുന്നത്. അത് 5 ലക്ഷം കിട്ടാം, 10 കിട്ടാം, 15, 20 കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ചെറിയ പൈസയാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു പൈസയും കിട്ടിയേല. അങ്ങനെയുള്ളവർക്ക് ആ സമയമാകുമ്പോഴത്തേനും ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നമ്മൾ ചെറിയൊരു കുഞ്ഞ് SIP ചെയ്താൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഈ 5 ലക്ഷം രൂപ ഉണ്ടാക്കാവുന്നതാണ്. വളരെ ചെറിയ SIP ചെയ്താൽ പോലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 5 ലക്ഷം രൂപ റിട്ടയർമെൻറ്റ് സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്നു എന്ന് കണക്ക് കൂട്ടി. ഇതിപ്പോൾ ഗവൺമെൻറ് ജോലിക്കാർ അവർക്കൊക്കെ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടുന്നവരാണ്. പ്രൈവറ്റ് ജോലിക്കാർക്ക് ഒരുപാട് പേർക്ക് കിട്ടും.
ഇനി കിട്ടാത്തവർ വിഷമിക്കേണ്ട, നമുക്കൊരു കുഞ്ഞ് SIP കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയും കൂട്ടി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് താഴേക്ക് പോകണം. ബാലൻസ് റിട്ടയർമെൻറ്റ് കോർപ്പസ് റിക്വയർഡ്, അതായത് നമ്മൾ മുകളിൽ 2.45 ഉണ്ട്, 2,45,00,000. പക്ഷേ ഈ ഒരു അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു 5 ലക്ഷം രൂപ, അങ്ങനെ അതെല്ലാം കൂട്ടിക്കഴിയുമ്പം അദ്ദേഹത്തിന് വേണ്ട പൈസ എന്ന് പറയുന്നത് 2.45 വേണ്ട, 2.28 മതി. 2,28,00,000 രൂപ അദ്ദേഹത്തിന് മതി. ഇനി കുറച്ച് ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെ ഓപ്ഷൻ അവൈലബിൾ ആണ്? ഒന്ന്, മന്ത്ലി SIP ടിൽ ഏജ് 55. അദ്ദേഹത്തിന് 55 വയസ്സ് വരെ SIP ചെയ്യാൻ ഓക്കെയാണ്. 55 വയസ്സ് വരെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റും. അതുവരെ അദ്ദേഹത്തിന് SIP ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ 13,437 രൂപയുടെ SIP കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും നമുക്ക് താഴെയുണ്ട്. ഇത് നോക്കൂ, 56-ാമത്തെ വയസ്സിൽ 1 ലക്ഷം രൂപയുടെ മുകളിൽ വേണം. 57-ാമത്തെ വയസ്സിൽ 1.15 വേണം. 58-ാമത്തെ വയസ്സിൽ 1.20 വേണം. 59-ാമത്തെ വയസ്സിൽ 1.27 വേണം. ഇത് പെർ മന്താണ്, മന്ത്ലി ആനുവിറ്റിയാണ്. അപ്പോൾ പെർ മന്ത് അദ്ദേഹത്തിന് ഇത്രയും പൈസ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 80-ാമത്തെ വയസ്സിൽ 3.5 ലക്ഷം രൂപയൊക്കെയാണ് വിഡ്രോ ചെയ്യേണ്ടത് കേട്ടോ, 80-ാമത്തെ വയസ്സിൽ. പക്ഷേ അത് സാധിക്കും. അതും കഴിഞ്ഞ് 80-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് 1 കോടി രൂപയും ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇപ്പോൾ അദ്ദേഹം SIP ചെയ്യുകയാണെങ്കിൽ 13,347 രൂപയുടെ SIP മതി. 55 വയസ്സ് വരെ ചെയ്യണം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് 55 വയസ്സ് വരെ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് 5 വർഷമാണ് SIP ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു മാസം എത്ര രൂപയുടെ SIP ചെയ്താൽ മതി? 29,000 രൂപയുടെ SIP ചെയ്താൽ മതി. 5 വർഷമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, എനിക്ക് 5 വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 29,000 രൂപയുടെ SIP 5 വർഷം ചെയ്താൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക? 5 വർഷം വരെ SIP ചെയ്യും. 5 വർഷം കഴിഞ്ഞ് SIP സ്റ്റോപ്പ് ചെയ്യും. പൈസ അവിടെ കിടന്ന് വളരും. പൈസ എടുക്കുന്നില്ല കേട്ടോ, 5 വർഷം കഴിഞ്ഞ് പൈസ എടുത്ത് മുട്ടടിക്കരുത്. പൈസ അവിടെ കിടന്ന് വളരും. സോ അത് മതി, വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് 10 വർഷം SIP ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം 30 വയസ്സായിട്ടുള്ളൂ. 10 വർഷം എന്ന് പറയുമ്പോൾ 40 വയസ്സ് വരെ. ഇവിടെ ഇത് 35 വയസ്സ് വരെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സ് വരെ SIP ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 18,000 രൂപയുടെ 18,653 18 19 കൂട്ടം വരും 19,000 രൂപയുടെ SIP ചെയ്താൽ മതി. അത് 10 വർഷം SIP ചെയ്യുക. അത് കഴിയുമ്പോൾ SIP സ്റ്റോപ്പ് ചെയ്യുക. പൈസ അവിടെ കിടന്നോട്ടെ. 56-ാം വയസ്സ് മുതൽ ഈ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കുക. ഇനി അദ്ദേഹത്തിന് SIP ചെയ്യാൻ താല്പര്യമില്ല, അദ്ദേഹം ലംസം ചെയ്താൽ മതി. എത്ര രൂപയാണ് ലംസം ചെയ്യേണ്ടത്? 13,45,000 രൂപയുടെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താലും അദ്ദേഹത്തിന് ഈ ഒരു കോർപ്പസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പേജ് നമ്മൾ ഓൾറെഡി കണ്ട ഒരു പേജാണ് ഈ പേജ്. അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുന്നു. ഈ കോളം പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ കോളം എക്സ്പ്ലെയിൻ ചെയ്യാം. 56-ാമത്തെ വയസ്സിൽ എല്ലാ മാസവും 1,09,734 രൂപ വെച്ച് 12 മാസം അദ്ദേഹം SWP ചെയ്യുന്നു, അതായത് വിഡ്രോ ചെയ്യുന്നു. അതിന് ശേഷമുള്ള ബാലൻസ് എന്ന് പറയുന്നത് 2,51,87,000 സംതിങ് ഉണ്ടാവും. 2.51 കൂട്ടിയാൽ മതി. 57-ാമത്തെ വയസ്സിൽ 1,15,221 രൂപ വെച്ച് 12 മാസം അദ്ദേഹം വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഇവിടെ കൂടി വരുന്നത് ശ്രദ്ധിക്കുക. ഇത് 2,57,000,000 ഉണ്ടാവും. കാരണം ഇത് കൂടുവാണ് ചെയ്യുന്നത്. ഇവിടെ എമൗണ്ട് കൂടുന്നത് ശ്രദ്ധിക്കുക. അടുത്തതിലും എമൗണ്ട് കൂടുവാണ് ചെയ്യുന്നത്. 2.63 ആണ്. അടുത്തതിൽ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. 2.68 എന്തുകൊണ്ട് കൂടുന്നു? 8% റിട്ടേൺ കിട്ടുന്ന സെക്യൂരിറ്റീസിലാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലാണ് ഈ ഒരു പൈസ കിടക്കുന്നത്. കാരണം 56-ാം വയസ്സ് ആകുമ്പോഴത്തേനും പൈസ എല്ലാം നമ്മളങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിലാണ് കിടക്കുന്നത്. 8% ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കൂടുന്നത്. അതിൽ നിന്ന് ഒരു പോർഷനാണ് നമ്മൾ മന്ത്ലി എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത്. ക്ലിയർ അല്ലേ ഇത്? അപ്പോൾ അദ്ദേഹത്തിന് ഇനി 60-ാം വയസ്സിൽ 1,33,000 സംതിങ് രൂപ പെർ മന്ത് ആവശ്യമുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയുന്നത് 2,73,00,000 രൂപ ഉണ്ടാവും. ഇനി നമുക്ക് 65-ാം വയസ്സിലേക്ക് പോകാം. കുറച്ച് ഓടിച്ചു പോകാം. പകുതി നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. 65-ാം വയസ്സിൽ അദ്ദേഹത്തിന് 1,62,127 രൂപ പെർ മന്ത് വിഡ്രോ ചെയ്യണം. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കോർപ്പസ് കൂടുന്നുണ്ടാവും. 2,86,00,000 രൂപ. 70-ാമത്തെ വയസ്സിലേക്ക് വരാം. ആ സമയത്ത് അദ്ദേഹത്തിന് 2,17,000 രൂപ വിഡ്രോ ചെയ്യണം. പെർ മന്താണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പസിൽ ഇവിടെ കുറവ് വരുന്ന കാണാൻ പറ്റും. 2,79,00,000 അദ്ദേഹത്തിൻ്റെ കോർപ്പസ് അപ്പോഴും അത്രയും ഉണ്ടാകും. 70-ാം വയസ്സായി. ഇനിയിപ്പോൾ 80-ാം വയസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും 75 നോക്കാം. 75-ൽ അദ്ദേഹത്തിന് 2,77,000 രൂപ ഒരു മാസം ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർപ്പസ് എന്ന് പറയുന്നത് 2,27,00,000 രൂപയായിരിക്കും. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് പോകാം. 80 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് 3,53,000 രൂപ ആവശ്യമുണ്ട്.
ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഇതോടുകൂടി നമ്മുടെ SWP തീരുകയാണ്. കാരണം 80 വയസ്സ് വരെ നമ്മൾ SWP കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തീരുകയാണ്. ആ തീരുന്ന സമയത്ത് അദ്ദേഹത്തിന് ബാലൻസ് 1 കോടി ഉണ്ടാവും. ഓർക്കുക, ആ സമയത്ത് ഈ 1 കോടിക്ക് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ട് വാല്യൂ കുറയുന്നതായിരിക്കും. എന്നാലും ആ 1 കോടി അദ്ദേഹത്തിന് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് റിട്ടയർമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത് 20-ാം തീയതിയാണ്. വീഡിയോ പറ്റുമെങ്കിൽ 20-ാം തീയതി തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതൊക്കെ സാധിക്കണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം 4 കാര്യമാണ്. അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. 4 കാര്യം. 4-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അതൊന്നും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ 55 വയസ്സ് വരെ അദ്ദേഹം SIP ചെയ്യുന്നുണ്ടെങ്കിൽ 14,000 രൂപയുടെ SIP ചെയ്യുക. 55 വയസ്സ് വരെ SIP ചെയ്യുക. ഇപ്പോഴത്തെ വയസ്സ് 30 അദ്ദേഹത്തിന് ജോലി കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം 5 വർഷം അദ്ദേഹം SIP ചെയ്യുന്നുള്ളൂ, അതായത് 30 മുതൽ 35-ാം വയസ്സ് വരെ SIP ചെയ്യുന്നുള്ളെങ്കിൽ അദ്ദേഹം ഏകദേശം ഒരു 30,000 രൂപയുടെ SIP ചെയ്യുക. 29,237 ഞാൻ 30 എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി 10 വർഷം അദ്ദേഹത്തിന് SIP ചെയ്യാൻ പറ്റും, അതായത് 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ SIP ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം 18,000 രൂപ, 18 കൂട്ടിയോ 19,000 രൂപയുടെ SIP ചെയ്താൽ മതി. 10 വർഷം അത് ചെയ്താൽ മതി. ഈ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ 13,45,000 രൂപയുടെ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോഴും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ മനസ്സിലാക്കുക, ഗ്യാരൻറ്റീഡ് റിട്ടേൺ കിട്ടുന്നില്ല. എന്നാൽ പോലും ഈ പറയുന്ന ലിക്വിഡ് ഫണ്ടിലെ കാര്യങ്ങളിലൊക്കെ റിട്ടേൺ അത് കുറയാതെ തന്നെ കിട്ടുന്നതാണ്. അത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് കുറയാം, അല്ലെങ്കിൽ കൂടാം. 2 കേസുകളും വരാം. പക്ഷേ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുമ്പോൾ 10-30 വർഷമൊക്കെ പഴക്കമുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ റിട്ടേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഞാൻ പറഞ്ഞില്ല, HDFC ഫ്ലെക്സി ക്യാപ്പ് 30 വർഷം പഴക്കമുള്ള ഫണ്ടാണ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുമ്പോൾ 18% മുകളിലാണ് പെർ ഇയർ CAGR. നമ്മളിവിടെ 12 കൂട്ടിയിട്ടുള്ളൂ. പിന്നെ നിപ്പോൺ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ഫണ്ടുണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ടാണ് ആക്ച്വലി. അപ്പോൾ അതിന് ഇതിലും കൂടുതലാണ് റിട്ടേൺ വരുന്നത്. അത് ഏതാണ്ട് ഒരു 10-30 വർഷം പഴക്കമുള്ള ഒരു ഫണ്ടാണ് പെർ ഇയർ വരുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിഫ്റ്റിയുടെ നോക്കാം. നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളുടെ. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന 12%. അതിൻ്റെ മുകളിലുണ്ട് 12% എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആ റിട്ടേൺ കൂട്ടിയേക്കുന്നത്. അതായത് നേരത്തെ വന്നിട്ടുള്ള റിട്ടേൺ ആണ്. ചിലപ്പോൾ ഒരു വർഷം കുറയാൻ, ഫോർ എക്സാമ്പിൾ ഈ വർഷം വലിയ റിട്ടേൺ നിഫ്റ്റി തന്നിട്ടില്ല. SIPക്കാർക്ക് റിട്ടേൺ ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ മുകളിൽ നിക്ഷേപിച്ച ആൾക്കാർക്ക് ഇപ്പോൾ റിട്ടേൺ ഉണ്ടാവില്ല, കാരണം അവിടെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. താഴേക്ക് പോയി എന്നിട്ട് അവിടെ വന്നാണ് നിൽക്കുന്നത്. താഴെ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ല റിട്ടേൺ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ എല്ലാ വർഷവും കറക്റ്റ് ആയിരിക്കില്ല കിട്ടുന്നത് കേട്ടോ. ഗ്യാരൻറ്റീഡ് റിട്ടേൺ അല്ല എന്ന് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുക. ഇതിന് മുമ്പ് ഇത്രയും റിട്ടേൺ കിട്ടിയിട്ടുണ്ട്, അല്ല ഇതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഒരു മിനിമം സിനാരിയോ എടുത്തിട്ട് കണക്ക് കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടൊക്കെ ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഈ പറയുന്ന റിട്ടേൺ 8% റിട്ടേൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രായം ആകുമ്പോഴത്തേനും വളരെ റിസ്ക് കുറഞ്ഞ ഫണ്ടിലേക്ക് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നുണ്ടാകും. ഈ കോർപ്പസ് വലുതായി കഴിയുമ്പോൾ അതിനാണ് നമ്മൾ അന്നേരം റിട്ടേൺ കുറച്ച് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഫണ്ടുകളിലേക്ക് നമ്മൾ മാറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ വലിയൊരു, ഇപ്പം ഈവൻ മാർക്കറ്റ് താഴെ പോയാലും കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളുടെ ഇത് വില കുറയാനുള്ള സാധ്യതയില്ല. കാരണം അത് ബോണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള രീതിയിൽ കുറയാനുള്ള ഇതില്ല. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലാണ് അങ്ങനെ കുറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ ഡിസ്ക്ലൈമർ കാര്യങ്ങൾ കറക്റ്റ് വായിച്ച് നോക്കുക. ഞാൻ ഈ ഡിസ്ക്ലൈമർ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ തുടക്കത്തിലും അവസാനത്തിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അക്കൗണ്ടുകൾ എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.